ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ചെമ്പല്ലി ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻകറി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് ചെത്തി വൃത്തിയാക്കാം. ഞാനപ്പോൾ നമ്മുടെ മീൻ വെട്ടിയത് ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ഇതിന്. അപ്പോൾ അതിനാവശ്യമായിട്ട് 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം ഈ കറിക്ക്. വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കുടംപുളി. അപ്പോൾ ഞാൻ കുറച്ച് കുടംപുളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് ഒരല്പം ഉലുവ, 1 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കണ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചിയും കൂടി ചേർക്കാം. ഒരു തണ്ട് വേപ്പിലയും. അതൊന്നായി വരുമ്പോഴേക്കും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ സാധാ മുളക് പൊടിയും കാശ്മീരിയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ. നിങ്ങളപ്പോൾ എരിവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ ഷാപ്പിലേക്ക് കറിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് എരിവ് കൂടുതലായിരിക്കുമല്ലോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കട കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് തിളയ്ക്കണം നല്ലോണം. ഇപ്പോൾ ഇത് തിളച്ച് വരണുണ്ട്. നമ്മളിനി മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കണ കറിവേപ്പിലയും കൂടി ഒടിച്ചിട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. മീൻ നല്ലോണം അതിൽ കിടന്നൊന്ന് വേവണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ ഒന്ന് വെന്ത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ മീൻകറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചേരം ഇരിക്കണം കേട്ടോ, എന്നാലാണ് ആ മീൻ കഷ്ണത്തിലേക്ക് ആ എരിവും പുളിയൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക.